നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിനാണ്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ വാത്സല്യം എന്ന് പറയുന്ന സിനിമ ആ സമയത്ത് ഹിറ്റായി ഓടിയ സമയത്ത് പലരും അതിനു മുമ്പും അത്തരം സിനിമകൾ വന്നത് കണക്ട് ചെയ്ത് പറയുമായിരുന്നു. അച്ചാണി എന്ന് പറയുന്ന സിനിമ ഇത് തന്നെയാണ് എന്ന് പറയുമായിരുന്നു. എന്നാലും വാത്സല്യം എന്ന് പറയുന്ന സിനിമ അന്നത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. കാരണം പല കുടുംബങ്ങളിൽ നടന്ന ആളുകൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും നടക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്കെപ്പോഴും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എനിക്ക് മലയാളികളെ പറ്റി തോന്നിയിട്ടുള്ളത്, മലയാള സിനിമ എന്ന് പറഞ്ഞ് അവർ കാണുന്നതിനൊരു ജെനുവിനിറ്റി വേണം. ഒരു തമിഴ് സിനിമ അല്ലെങ്കിൽ ഒരു തെലുങ്ക് സിനിമ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ അതിനകത്ത് സൂപ്പർ ഹീറോസിനെ ഇവർ അക്സെപ്റ്റ് ചെയ്യും, അതെല്ലാം ഇവർ ചെയ്യും. പക്ഷേ മലയാള സിനിമ ചെയ്യുമ്പോൾ അത്തരം സൂപ്പർ ഹീറോസ് ഒന്നും വേണ്ട, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എപ്പോഴും അങ്ങനെയാണ് മലയാളി പ്രേക്ഷകൻ മലയാള സിനിമയെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുടുംബ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു അക്സെപ്റ്റൻസ് എപ്പോഴും മലയാളി പ്രേക്ഷകനിൽ നിന്ന് കിട്ടുന്നത്. ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുള്ള കഥ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കഥ വരുമ്പോൾ എപ്പോഴും മലയാളി രണ്ട് കൈ നിന്നിട്ട് സ്വീകരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അതുപോലത്തെ കഥ അതിന് മുമ്പ് വന്നോ അല്ലെങ്കിൽ ഇനി വരുമോ എന്നുള്ളതൊന്നും ആരും കണക്കാക്കാറില്ല. എത്ര വന്നാലും എപ്പോഴും ഹ്യൂമൻ സെൻറ്റിമെൻറ്റ്സൊക്കെ എത്ര പ്രാവശ്യം കാണിച്ചാലും നമുക്ക് നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് തന്നെയല്ലേ. നമ്മുടെ അച്ഛനെയും നമ്മുടെ അമ്മയും കാണുന്നത് എല്ലാവർക്കും ആ ഒരു സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അല്ലേ. അപ്പോൾ അവർക്ക് സംഭവിക്കുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന വിഷമങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഏത് പ്രേക്ഷകനും ആഗ്രഹിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ സംഭവിക്കരുത്, എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. അത് ഒരു തിരിച്ചറിവ് കൂടിയാണ് അങ്ങനത്തെ സിനിമകളെന്ന് പറയുന്നത്. സിനിമ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ കൂടി ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, എൻ്റെ കുടുംബം ഇതുപോലെ ആയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെയല്ലല്ലോ എൻ്റെ കുടുംബത്തിൽ പെരുമാറുന്നത്, എൻ്റെ കുടുംബത്തിൽ ഈ സന്തോഷം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്, ഞാനിങ്ങനെ ചെയ്യാഞ്ഞിട്ടല്ലേ. അതുകൊണ്ടാണ് ചിന്താവിഷയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ആ സിനിമയുടെ ഒരു വിതരണക്കാരനും കൂടിയായിരുന്നു ആ സമയം. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് അറിയാം. ഒരുപാട് പേര് ശ്രീനിവാസൻ എഴുതിയ കത്തുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീനേട്ടൻ, ഞാൻ ഇങ്ങനെയായിരുന്നു, വളരെ നിരുത്തരവാദിത്തപരമായിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കിയിരുന്നത്. ഞാൻ എൻ്റെ സുഖങ്ങൾ മാത്രം അന്വേഷിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയും മക്കളും വിഷമിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഈ സിനിമ എനിക്കൊരു തിരിച്ചറിവുണ്ടാക്കി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നമുക്ക് ഗുണപാഠം കൊടുക്കാനും അതല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുത്ത ആളുകളെ നന്നാക്കാനും എന്നുള്ള ബാധ്യത സിനിമയ്ക്കില്ല. സിനിമ പൂർണ്ണമായും എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. പക്ഷേ പല സിനിമകളും നമ്മൾ ചിന്തിപ്പിക്കും. എന്നതുപോലെ ദൃശ്യമെന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ മലയാളി പ്രേക്ഷകന് തോന്നണം, എൻ്റെ കുടുംബത്തിൽ ഇത് സംഭവിക്കരുത്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത്. കാരണം വളരെ സന്തോഷകരമായി നടന്നു പോകുന്ന ജോർജ് കുട്ടി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം ചെയ്യുന്ന വളരെ എന്താ പറയുക, സാധാരണക്കാരൻ്റെ ഒരു ചിന്താഗതിയുള്ള ഒരാളാണ്. അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ല. ഒരു സീനിൽ തന്നെ അയാൾ പറയുന്നുണ്ട്, അയാൾ അങ്ങനെ മോഹിക്കുന്നില്ല. അയാൾക്ക് ഭാര്യ, 2 പെൺകുട്ടികൾ, അവരെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് വളർന്നു വരണം, ആ കുടുംബത്തിൽ സമാധാനം വേണം, എല്ലാ ദിവസവും വൈകുന്നേരം ആ വീട്ടിൽ വരണം എന്നല്ലാതെ അയാൾക്ക് വലിയ മോഹങ്ങളോ വലിയ സ്വപ്നങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളുടെ കുടുംബത്തിലേക്ക് ആരും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ഒരു സംഭവിക്കാൻ പാടില്ലാത്തതായൊരു കാര്യമാണ്. അത് നമ്മുടെ കുടുംബത്തിൽ നാളെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ പല ആളുകളും പല രീതിയിലായിരിക്കും പ്രതികരിക്കുക. പക്ഷെ ജോർജ് കുട്ടി ആ കാര്യത്തെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇന്നേ വരെ മലയാളി പ്രേക്ഷകൻ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ്. എൻ്റെ കുടുംബത്തിൽ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, ഏതൊരു സീനിൽ അങ്ങനെ പറയുന്നത്. വളരെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഉള്ള ഒരാൾ ഇത്രയും ഇൻ്റലിജൻ്റായിട്ട് ഇത്രയും പക്വതയോടുകൂടി ഒരു കാര്യങ്ങൾ കൊണ്ടുപോകാം. ജോർജ് കുട്ടി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത്, എൻ്റെ കുടുംബത്തിന് നന്മയുണ്ടാകുന്ന എന്ത് കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, അവിടെ എനിക്ക് വേറെ ന്യായങ്ങളൊന്നുമില്ല, ഞാൻ എൻ്റെ കുടുംബം സന്തോഷകരമായിട്ട് പോകാനായിട്ട് ഞാൻ എന്തും ചെയ്യും, അവിടെ എൻ്റെ കുടുംബമാണ് എൻ്റെ ശരി എന്ന് പറയുന്ന ഒരു കുടുംബനാഥനെയാണ് നമ്മൾ ഈ ചിത്രത്തിലെ നായക കഥാപാത്രത്തിലൂടെ കാണുന്നത്. ഈ സിനിമയെപ്പറ്റി പറയുമ്പോൾ ഞാൻ സാധാരണ ഈ ടി വിയിലെ ഇൻ്റർവ്യൂകളിൽ വരാൻ എപ്പോഴും മടിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനും കാണുന്നുണ്ട് എൻ്റെ സഹപ്രവർത്തകരായ പലരും വന്നിരുന്ന് പറയുന്നത് മുഴുവൻ അവരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു മടുപ്പ് മറ്റുള്ളവർക്ക് ഉളവാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരിക്കലും എന്നെപ്പറ്റിയല്ല, എനിക്ക് ഈ സിനിമയെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എന്നെപ്പറ്റി പറയേണ്ടത് നിങ്ങളാണ്. ഈ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ കഥാപാത്രത്തെ ഞാൻ എങ്ങനെ അവതരിപ്പിച്ചു, എന്നിലെ ഒരു നടൻ്റെ പോരായ്മകൾ എന്താണ്, ഞാനിനി എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്നിലെ അഭിനയ സാധ്യതകൾ ഞാനിനി എങ്ങനെ വളർത്തിയെടുക്കാം, അത്തരം കാര്യങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ കഥാപാത്രത്തെപ്പറ്റി ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത കഥാപാത്രമെന്നോ എന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇതിലെ സംവിധായകൻ എന്നെ ഈ കഥാപാത്രത്തിന് വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇതിലൊരു പ്രത്യേക ഒരു സീനുണ്ട്, ആ സീനിൽ എനിക്ക് സിദ്ദിഖേട്ടൻ വേണം ആ സീനിൽ പെർഫോം ചെയ്യാനായിട്ട്.
ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാ സീനും നമ്മുടെ സീനാവണമെന്നില്ല. ചില സീനിൽ ഞാൻ ചുമ്മാതെ നിൽക്കണം. മുമ്പ് ഞാൻ അഭിനയ രംഗത്തേക്ക് വന്നു തുടങ്ങിയ കാലത്ത് എനിക്കത് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സീനിൽ എനിക്കൊന്നുമില്ല. എനിക്കെന്തെങ്കിലും ഉണ്ടാവാനല്ല സിനിമ എടുക്കുന്നത്. സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ എന്നെ കാണാനോ മോഹൻലാലിനെ കാണാനോ അല്ല വരുന്നത്, സിനിമ കാണാനാണ് വരുന്നത്. അവിടെ ചിലപ്പോൾ മിണ്ടാതെ നിൽക്കേണ്ട സീനുകളുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു പെക്യുലർ സീനിൽ വളരെയധികം ഞാൻ പെർഫോം ചെയ്യേണ്ടതുണ്ട്, എന്നാൽ മറ്റു പല സീനിൽ ഞാൻ ഉണ്ടാവേണ്ടതുണ്ട്. മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കതൊരു വിഷമം തോന്നും, ആ സീനിൽ എനിക്കൊന്നുമില്ല. അങ്ങനെയില്ല, ആ സീനിൽ എനിക്കുള്ളത് അതാണ്, ആ സീനിൽ ഞാൻ ഉണ്ടാവേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാ സീനിലും നമ്മൾ കിടന്ന് പെർഫോം ചെയ്യാൻ വേണ്ടി ചെയ്താൽ നശിച്ചു പോകുന്നത് ആ സിനിമയാണ്, അല്ലെങ്കിൽ ആ സീനാണ് നശിച്ചു പോകുക. ചില സ്ഥലത്ത് ഞാൻ മിണ്ടാതെ നിൽക്കണം, പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു സീനിൽ പോലും എനിക്കൊരു പ്രാധാന്യം ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അറിയിക്കുന്ന പ്രാധാന്യം, ആ കഥാപാത്രം അറിയിക്കുന്ന പ്രാധാന്യം ആ സീനിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ അയാൾ മിണ്ടാതെ നിന്ന് വിഷമിക്കുന്നതിലായിരിക്കും ആ സീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ജിത്തു അഭിനയിക്കാൻ വിളിച്ച സമയത്ത് പറഞ്ഞ് എനിക്ക് സിദ്ദിഖേട്ടനിൽ നിന്ന് വേണ്ട ഒരു പെക്യുലർ സീനാണെന്ന് പറയുമ്പോൾ അത് എന്നെ എന്താ പറയുക കുറച്ച് പേടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോകേണ്ട സീനാണത്, എൻ്റെ കയ്യിലാണ് ആ സീൻ ഇരിക്കുന്നത്. ആ സീൻ സിനിമയുടെ വളരെ പ്രാധാന്യമുള്ളൊരു സീനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്നൊരു ചെറിയ പാളിച്ച മതി ഇതിനെ മൊത്തം തകരാറാക്കാൻ. അതൊക്കെ എന്നെ ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു വേവലാതിയാണ് എനിക്കത് കൂടുതൽ ഉണ്ടാക്കുക എപ്പോഴും.